വാദമല്ലല്ലോ, അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് അതിൽ വാദപ്രതിവാദം നടത്താനൊന്നുമില്ല. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് വരികയാണ്. സീരിയസ് ആയിട്ടുള്ള ടോക്കാണ് ഇതിനകം നടന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ടോക്ക് തന്നെയാണ് നടന്നത്. അപ്പോൾ ഇന്നലെ ഫൈനലൈസ് ചെയ്യാൻ വെച്ചതായിരുന്നു. പക്ഷേ അസംബ്ലി നീണ്ടുപോയതുകൊണ്ട് ഇന്നലെ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിരുന്നു. ഇന്നലെ പാർട്ടി പ്രസിഡന്റ് തങ്ങളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ അത് സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കുമായിരുന്നു. തീരുമാനമൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ആവശ്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ UDF മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആവശ്യം തന്നെയാണ്. എത്രയോ സീറ്റുണ്ട് കേരളത്തിൽ. എല്ലായിടത്തും ഞങ്ങൾക്ക് വളരെ നല്ല ശക്തിയുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറ്റും, അറിയാലോ. ഇതുവരെ അതിന് മെനക്കെടില്ല എന്നുള്ളൂ. വേണമെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഇതുവരെ ഞങ്ങൾ അതിന് മെനക്കെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാ സ്ഥലത്തും ഉള്ള പാർട്ടിയല്ലേ. തിരുവനന്തപുരത്ത് അസംബ്ലി സീറ്റ് ഉണ്ടായിരുന്നു, കൊല്ലത്ത് ഉണ്ടായിരുന്നു, കൊല്ലത്ത് മെമ്പറും മന്ത്രി ഉണ്ടായിരുന്നു, എറണാകുളത്ത് ഉണ്ട്, തൃശ്ശൂരുണ്ട്, മലബാറിൽ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, കുഴപ്പമില്ല. വയനാട് അങ്ങനെ ഒരു പർട്ടിക്കുലർ സീറ്റിൻ്റെ ഒരു ഡിസ്കഷൻ വരാത്ത സ്ഥിതിക്ക് അത് ഞങ്ങൾ പറയുന്നില്ല. ഒരു പർട്ടിക്കുലർ സീറ്റ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല ഡിസ്കഷൻ. സമയമുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. ഇന്നലെ പിന്നെ അസംബ്ലി ആയതുകൊണ്ട് സമയം കിട്ടിയില്ല, അതുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞത് അവകാശമെന്ന് പറഞ്ഞെങ്കിലും ഈ വാദം വരുന്നത് ലീഗ് ചോദിക്കുന്ന 3-ാം സീറ്റ്, പക്ഷേ ലീഗിനെ അറിയാൻ പോസിബിലിറ്റി അവിടെ കുറവാണെന്ന്. വരുന്ന രാജ്യസഭയാണ് ലീഗ് വാസ്തവത്തിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നുള്ള വാദം, അത് വാദമാണ് കേരളത്തിലുണ്ട്. ഇത്തവണ പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ലീഗിൽ അറിയാറിഞ്ഞല്ലോ, അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്കില്ല. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ കാര്യങ്ങൾ അറിയാലോ. പിന്നെ നമ്മൾ പിന്നെ ഈഫും ബഡ്സും ഒന്നും അധികം വേണ്ട. നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരുന്ന് കാണാം. ലീഗും കൂടെ ചേർന്നാണല്ലോ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ സാഹിബ് ഒരുപാട് യോഗത്തിലൊക്കെ പങ്കെടുത്താണല്ലോ. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഇപ്പോൾ പലരും വിട്ടുപോകുന്നു. എങ്ങനെ കാണുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, പോയവരൊക്കെ BJPക്ക് എതിരായിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. BJPക്ക് എതിരായി മിക്ക ആളുകളും നിലവിലുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ പ്രീ എലക്ഷൻ അലയൻസ് ഉണ്ടാവും. ചില സംസ്ഥാനങ്ങളിൽ പോസ്റ്റ് എലക്ഷൻ ആയിട്ട് വരും. ഒരു സഖ്യ മുന്നണിയിൽ നിന്ന് ഏതാനും കക്ഷികൾ പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഗവൺമെൻറ് വരൂല എന്നുള്ള ഒരർത്ഥം അതിനില്ല. മാത്രമല്ല, ഇനിയും സമയമുണ്ടല്ലോ. എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ അവർ BJPയോട് ഫൈറ്റ് ചെയ്യുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. എലക്ഷൻ അലയൻസ് ഇല്ലെങ്കിലും എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അലയൻസ് ഉണ്ടാവാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മതേതര സഖ്യത്തിന് സാധ്യതയില്ല എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല.